ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭർത്താവ് നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ നിന്നിരുന്നെങ്കില് ഞാനൊരു സ്നേഹമുള്ള ഭാര്യയായിട്ട് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായേനെ. ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ സ്ഥിതി. ഭർത്താവിന്റെ മാത്രം ഇഷ്ടത്തിന്, ഇളയ മകനോ അവന്റെ സ്വന്തം തോന്നിയാസത്തിന്. എന്നെ ആകെ സ്നേഹിക്കുന്നത്, ഞാൻ പറയുന്നത് കേൾക്കുന്നതും എന്റെ മൂത്ത മകൻ മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെ അവന് ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ നല്ലൊരു ഭാര്യയാണെന്നും നല്ലൊരു മരുമകളാണെന്നും അതിലൊക്കെ ഉപരി നല്ലൊരു അമ്മയാണെന്നും എനിക്ക് തന്നെ നല്ല ഉറപ്പുള്ളിടത്തോളം കാലം മറ്റാരെന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ നാളെ ആരെ കാണാൻ പോകുന്നുവെന്നും ആരോടൊക്കെ സംസാരിക്കുന്നുവെന്നും എന്നെ നോക്കി എന്റെ ഭർത്താവ് എന്റെ പിന്നാലെ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ വന്നിട്ടുമില്ല, ഇനി വരികയില്ല. എന്നിൽ നിന്ന് നീ എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങളിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒളിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് എങ്ങനെ പറയും? നിങ്ങളെ ധരിപ്പിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് ഞാൻ പറയും. ഒരാളെക്കുറിച്ച് മറ്റൊരാൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം അറിഞ്ഞേ പറ്റൂ എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അതത്ര നല്ല സ്വഭാവമല്ല. അതും ഈ പ്രായത്തിൽ. ഞാൻ പറയുന്നതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കാനും എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നതും എനിക്കൊട്ടും ഇഷ്ടമല്ല. ഈ പ്രായത്തിലും എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് തന്നെ വലിയ നാണക്കേടാണ്. മനസ്സിൽ കുറെ ഒളിപ്പിക്കാനുള്ളവർക്ക് മറ്റുള്ളവർ എന്ത് ചെയ്താലും ഇങ്ങനെ സംശയം തോന്നും. സ്വാഭാവികം. ഇപ്പോ തനിക്കെന്താ തോന്നുന്നേ? ഇപ്പോ ഈ നിമിഷം തന്റെ മനസ്സിൽ എന്താണുള്ളത്? പറയട്ടെ. പറ. വെളുക്കും വരെ ദേ ഇങ്ങനെ ഈ മുഖം നോക്കിയിരിക്കാൻ. ഈ രസം ഈ ലോകത്ത് എവിടെയും എനിക്ക് കിട്ടില്ല.